ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൃഷ്ണ ജന്മാഷ്ടമിയെക്കുറിച്ച് വിശദമായിട്ട് അറിയാം. ഈ ഞായറാഴ്ചയാണ് കൃഷ്ണ ജന്മാഷ്ടമി കേരളത്തിൽ കൊണ്ടാടുന്നത്. ഉത്തരേന്ത്യയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഇതിനോടകം ആഗസ്റ്റ് മാസത്തിൽ തന്നെ കഴിഞ്ഞിരുന്നു. ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഗുരുവായൂരപ്പൻ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി. ഈ ദിവസം എങ്ങനെ പൂജ ചെയ്യണമെന്നും സത്ഫലങ്ങൾ ജീവിതത്തിൽ എങ്ങനെ എത്തിക്കാമെന്നും വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ അറിയാം. സന്താന ബലത്തിന് വളരെ ഉത്തമമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും അമ്മമാരും സ്ത്രീകളും ഈ വ്രതം വളരെ പ്രാധാന്യത്തോടെ എടുക്കണം. അതോടുകൂടി അവരുടെ ജീവിതത്തിലും സത്ഫലങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിച്ചേരും. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമ തിഥി വരുന്ന രോഹിണി നാളിലാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ജനനം. അന്നേ ദിവസം രാവിലെ എഴുന്നേൽറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ഭഗവാന്റെ മുന്നിൽ പൂജ ചെയ്യാം. ഇനി എങ്ങനെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതമെടുക്കാം അല്ലെങ്കിൽ പൂജ ചെയ്യാമെന്ന് വിശദമായിട്ട് അറിയാം. ആദ്യം തന്നെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് ഒരു തുണി വെച്ച് നല്ലപോലെ തുടയ്ക്കണം. അതിനുശേഷം പൂജ ചെയ്യുന്നതിന് മുന്നേ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കണം. അതിപ്പം വെണ്ണയാവാം, ഫലങ്ങളാവാം, മധുര പലഹാരങ്ങളാവാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും ഒരു തുളസി ഇലയെങ്കിലും ഭഗവാന് മുന്നിൽ സമർപ്പിക്കണം. ശേഷം വിളക്ക് കത്തിച്ച് ഭഗവാന്റെ മുന്നിൽ 108 പ്രാവശ്യം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കണം. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നെയ്വിളക്ക്, വെണ്ണ, ഭാഗ്യസൂക്തം എന്നിവ കഴിപ്പിക്കണം. ഇവയൊക്കെ കഴിപ്പിക്കുന്നത് അതിപ്രധാനമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയിൽ. അതുപോലെ തന്നെ പ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട്. മത്സ്യമാംസ ആഹാരങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ദിവസം. അപ്പം പൂജയൊക്കെ ഇതുപോലെ ആയിരിക്കണം നടത്തേണ്ടത്. ഇനി നമുക്ക് ഏതൊക്കെ നാളുകൾക്കാണ് ഈ ദിവസം ഉത്തമമെന്ന് നോക്കാം. ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ വളരെ പ്രധാനമാണ് അവർക്ക് ഈ ദിവസം. അവര് ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് മുന്നിൽ എന്ത് ചെയ്യണം? കാണിക്കയോ ഭാഗ്യസൂക്തമോ നെയ്വിളക്കോ നടത്തി അവര് കൂടുതൽ ഭഗവാനോട്, നമ്മുടെ ഗുരുവായൂരപ്പനോട് അടുക്കാൻ ശ്രമിക്കണം. ഇനി ഏതൊക്കെ നാളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് വിശദമായിട്ട് അറിയാം. ആദ്യം തന്നെ മൂലമാണ്. മൂലം നാളുകാർക്ക് ഈ ദിവസം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അനിഴം, രോഹിണി നാളിന്റെ പ്രാധാന്യം അറിയാലോ. ചതയം, പുണർദം, അശ്വതി, തൃക്കേട്ട, പൂയം, പൂരാടം, വിശാഖം, കാർത്തികം. ഈ നാളുകാർക്ക് ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മുതൽ അവർക്ക് നല്ല ഫലങ്ങൾ എത്തിച്ചേരും. അതിനുവേണ്ടി ഈ ഫലം ഇരട്ടിക്കാൻ ഭഗവാനെ ആശ്രയിച്ച് ഒക്കുമെങ്കിൽ ഗുരുവായൂരിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കണം. അന്ന് വളരെ തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് അവിടെ പോയില്ലെങ്കിലും വീട്ടിലിരുന്നെങ്കിലും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും നല്ല നല്ല ഭഗവാന്റെ കഥകൾ കേൾക്കുകയൊക്കെ ചെയ്യണം. ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല സത്ഫലങ്ങൾ എത്തിച്ചേരും. അപ്പൊ ഇതൊക്കെയാണ് കൃഷ്ണ ജന്മാഷ്ടമിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം. എല്ലാവർക്കും ഹരേ കൃഷ്ണ.